ഹലോ ചങ്ങായിസ്, നമുക്കിന്നൊരു അടിപൊളിയായിട്ട് ഒരു കടായി ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ. ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ആവശ്യമുള്ള ചിക്കൻ ഞാൻ എടുക്കുന്നുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂണോളം കോൺഫ്ലവർ പൊടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും അതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അരമണിക്കൂർ, മിനിമം ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ചിക്കൻ പൊരിച്ച അതേ എണ്ണ തന്നെ ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. അതിലേക്ക് 2 സവോള കുറച്ച് നൈസായിട്ട് സ്ലൈസ് ചെയ്ത് കുറച്ച് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവോള ഇത് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചൊരു പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് ഇളക്കാവുന്നതാണ് കേട്ടോ. അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു തക്കാളി കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തും കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അതും കൂടി വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് സാധാ മുളക് പൊടിയും ചേർക്കാം കേട്ടോ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നതോടെ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമുളകൊക്കെ മാറുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ സോയാ സോസും കൂടി അതിലേക്ക് ചേർത്തിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് നല്ല ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കടായി ചിക്കൻ തയ്യാറാണ് കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്യണേ, നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു, ബൈ ബൈ.